ഇന്ന് നമ്മളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ശർക്കര വട്ടയപ്പമാണ് കേട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. മാവരച്ചൊരു 3-4 മണിക്കൂർ വെച്ചതിന് ശേഷം ഉണ്ടാക്കി എടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ 2 കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂർ മുന്നേ കുതിർത്ത് കഴുകി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ആദ്യം എടുത്തിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. മൊത്തത്തിൽ ഒന്നാകെ ഇട്ടിട്ട് അരച്ചെടുക്കുന്നില്ല, 2 പാട്ടായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ഏലക്കായും ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, ചോറും തേങ്ങയൊക്കെ കൂടെ ചേർത്തിട്ട്. പിന്നെ നമ്മളിതാ 4 അച്ച് ശർക്കര ഉരുക്കിയെടുത്തതാണ്. അതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള പച്ചരിയും കൂടി ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു 4-5 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ വെച്ചാൽ തന്നെ മാവ് നന്നായിട്ടൊന്ന് ഫെർമെൻറ്റേഷനായിട്ട് വരും. ഈസ്റ്റൊക്കെ ചേർത്തതല്ലേ. ഇനിയിപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ മാവ് നന്നായിട്ട് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. നെയ്യാണ് ഞാൻ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് നമുക്ക് അപ്പം വിട്ട് കിട്ടുന്നതാണ്. പിന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഞാനിതുപോലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഒരു തട്ട് ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. മാവ് കോരി വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് മാത്രമേ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ, മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇതിന് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ, നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ഇതുപോലെ പാത്രത്തിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാനായിട്ട്. ബാക്കിയുള്ളത് ഇതുപോലൊരു പാത്രത്തിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അതിൽ ഞാൻ നെയ്യ് നന്നായിട്ട് തടവിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 വട്ടയപ്പം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടാമത് വേവിക്കാൻ വെച്ചിട്ടുള്ളതും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്തിരി നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. ഫസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അവിടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഒരുപാട് മധുരം ചേർത്തിട്ടില്ല ഞാൻ. 4 അച്ച് ശർക്കര ഒരു അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ ഒരുപാട് അങ്ങോട്ട് മധുരമില്ല, എന്നാൽ നല്ലൊരു പാകത്തിനുള്ള മധുരം തന്നെ ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ നമ്മൾ പച്ചരി വെച്ച് ഉണ്ടാക്കി എടുത്തിട്ടുള്ള വട്ടയപ്പം അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് വന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.